വയനാട്ടിൽ ക്ഷീരകർഷകൻ പ്രജീഷ് കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ട് നാളേക്ക് ഒരു വർഷം പൂർത്തിയാവുകയാണ്. അന്ന് ശക്തമായ ജനകീയ പ്രതിഷേധമുയർന്നതോടെ വാഗ്ദാന പെരുമഴയുമായി അധികൃതരെത്തിയെങ്കിലും ഫലമുണ്ടായില്ല. പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കുമെന്ന് പറഞ്ഞു പോയവരെ പിന്നീട് ആ വഴിക്ക് കണ്ടില്ലെന്ന് പ്രജീഷിന്റെ മാതാവ് ശാരദ പറയുന്നു. പോയിട്ട് ഇപ്പോൾ ഒരു വർഷമായി. പിന്നെ ഞാനൊന്ന് ആവശ്യപ്പെട്ട് റോഡിൻ്റെ കാര്യവും മതിലിൻ്റെ കാര്യമാണ്. അത് രണ്ടും ഇതുവരെ ഒന്നും നടന്നിട്ടുമില്ല. 2023 ഡിസംബർ 9 പൂതാടി പഞ്ചായത്തിലെ ക്ഷീരകർഷകനായ കൂടല്ലൂർ മരോട്ടിക്കൽ തറപ്പേൽ പ്രജീഷ് എന്ന നാട്ടുകാരുടെ ചെക്കായി കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. പിന്നീട് ആഴ്ചകൾക്ക് ശേഷമാണ് ഈ കടുവയെ വനംവകുപ്പ് കൂടുവെച്ച് പിടികൂടിയത്. ആ സമയത്ത് ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ പ്രജീഷിന്റെ വീട്ടിലെത്തിയത് സംസ്ഥാന ദേശീയ നേതാക്കളുടെ നീണ്ട നിരയായിരുന്നു. എന്നാൽ നൽകിയ വാഗ്ദാനങ്ങളും പ്രഖ്യാപനങ്ങളുമെല്ലാം പാഴ്വാക്കായി മാറി. പ്രജീഷിന്റെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ 10 ലക്ഷം രൂപ നൽകിയതൊഴിച്ചാൽ മറ്റ് വാഗ്ദാനങ്ങളൊന്നും നടപ്പായില്ല. വന്യമൃഗശല്യം നേരിടുന്ന വാഗേരി മുതൽ കൂടല്ലൂർ വരെയുള്ള തകർന്ന റോഡ് പുനർനിർമ്മിക്കുക, പ്രദേശത്തെ വന്യമൃഗ പ്രതിരോധ വേലി പുനഃസ്ഥാപിക്കുക, LP സ്കൂളിന്റെ മതിൽ അടിയന്തരമായി നിർമ്മിക്കുക തുടങ്ങിയ പൊതു ആവശ്യങ്ങളും അന്ന് പ്രജീഷിന്റെ കുടുംബം മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ പ്രജീഷ് കൊല്ലപ്പെട്ടിട്ട് നാളേക്ക് ഒരു വർഷം തികയുമ്പോഴും വാഗ്ദാനങ്ങളൊന്നും നടപ്പായില്ല. പ്രജീഷിന്റെ വിയോഗം കുടുംബത്തിന് തീരാ നഷ്ടമായി. ഇനി മറ്റാർക്കും ഇത് സംഭവിക്കരുത്, അതിനുള്ള സൗകര്യമൊരുക്കണം. അതായിരുന്നു കുടുംബത്തിന്റെ ഏക ആവശ്യം. ഞങ്ങൾ സ്കൂളിൻ്റെ ഒരു മതിൽ കെട്ടാനും പിന്നെ ഈ റോഡ് നന്നാക്കി തരണം, മതിൽ ഇവിടെ കെട്ടണം എന്ന് പറഞ്ഞു. അന്ന് എല്ലാവരും ശരിവെച്ച് പോയതാണ്. അതിപ്പിന്നെ ഇതുവരെ ഒന്നും അതിനെപ്പറ്റി ഒരു നടപടിയൊന്നും ഉണ്ടായിട്ടുമില്ല. പ്രജീഷ് മരിച്ചിട്ട് ഇപ്പം ഒരു കൊല്ലാകാനായി. അപ്പം ഈ നാട്ടിലുള്ള ഒരു ആശങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇന്നും കൂടെ ഇവിടെ അടുത്തൊരു പശുവിനെ കടുവ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കടുവ ഭീതി ഇതുവരെ ഒഴിഞ്ഞു മാറിയിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഈ നാട്ടുകാരുടെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിരവധിയായ മന്ത്രിമാർ, കേന്ദ്രമന്ത്രി, ഗവർണർ, അതുപോലെ സംസ്ഥാനത്തിൻ്റെ വിവിധ മന്ത്രിമാർ, MP, അങ്ങനെ നിരവധി പേര് ഇവിടെ വന്നു പോയി. ഇതുവരെ ഈ മതിലിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ഇങ്ങോട്ട് റോഡ് വരുന്നുണ്ട്, താത്തങ്ങാടി മുതൽ കൂടലൂർ വരെയാണ് ഒരു റോഡുള്ളത്, അത് നന്നാക്കി തരാമെന്ന് വാഗ്ദാനങ്ങൾ ചെയ്തു പോയതല്ലാണ്ട് ഈ ഒരു വർഷക്കാലമായിട്ടും ഇന്ന് വരെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. നാളെ പ്രജീഷിന്റെ സ്മരണ പുതുക്കാൻ നാട്ടുകാർ ഒത്തുചേരുന്നുണ്ട്. ഈ സമയവും കടുവ ഭീതിയിൽ തന്നെയാണ് ഈ നാടും നാട്ടുകാരും. വയനാട്ടിലെ വനാതിർത്തികളിലെ കർഷകരെല്ലാം വലിയ ആശങ്കയിലാണ്. കാരണം മനുഷ്യ വന്യജീവി സംഘർഷം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് 2023 കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രജീഷിന്റെ വീടിന് മുന്നിലാണ്. പ്രജീഷ് ഒരു ഓർമ്മപ്പെടുത്തലാണ്. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ അടിയന്തരമായ സർക്കാരിന്റെ ഇടപെടൽ വേണമെന്ന ഓർമ്മപ്പെടുത്തൽ. വയനാട് കൂടല്ലൂരിൽ നിന്നും ക്യാമറമാൻ VN റിനുവിനോടൊപ്പം രതീഷ് വാസ്തവൻ, ന്യൂസ് മലയാളം.